സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സായാഹ്ന കൂട്ടായ്മയായ ഹൃദ്യം ഒത്തുചേർന്നു. പാലക്കൽ സെന്ററിൽ നിഷ്ണവിന്റെ വസതിയിലായിരുന്നു ഒത്തുചേരൽ. പി രാജൻ കോർണർ PT ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അംശമാണ്. എന്നെ ഞാനാക്കിയതും ഈ വിദ്യാലയമായി. SSLC പാസ്സായിട്ട് പിന്നെ അവിടെ നിന്ന് സെൻറ് തോമസ് കോളേജിൽ നിന്നാണ് ഞാൻ ഡിഗ്രി എടുത്തത്. എല്ലാ നിലയ്ക്കും എന്നെ ഞാനാക്കിയ ഈ വിദ്യാലയത്തിൽ ഒരിക്കലും മറക്കില്ല. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളും പേരൻസും അധ്യാപകന്മാരും ഈ ഒരാവശ്യം ഒരു 2-3 കൊല്ലമായി തോന്നുന്നു എനിക്ക് ഇവിടെ കണ്ടസ്റ്റ് ചെയ്യാറ് ഈ PTA മീറ്റിംഗ്. ഞങ്ങളൊരു തടസ്സങ്ങളും പറയാറില്ല. വളരെ ഹൃദയത്തോട് ചേർത്ത് അതിന് അനുമതി കൊടുക്കാറാണ് പതിവ്. ഇത്രയും നല്ലൊരു സദസ്സ് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്നാണ് ഇത്തവണ. PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ് അധ്യക്ഷനായി. മറ്റു കുട്ടികളോടുള്ള സഹപാഠികളോടുള്ള സമീപനത്തിലായാലും ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടാണ് നമ്മൾ അമ്മാടെ സ്കൂളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന മാതിരി സഹപാഠികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളൊരു സമൂഹം നമ്മുടെ സ്കൂളിൽ നിന്നുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും. അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. പാലന, അതുപോലെ നമ്മുടെ ഡോർ ഓഫ് ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഉള്ളിൽ സഹപാഠികളോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കൂളിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഭംഗിയായിട്ട് പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും സാറുമാരാണെങ്കിലും എല്ലാം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ PTA ഭാഗത്തുനിന്ന് സാറുമാർ പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അമ്മാടെ സ്കൂളിൻ്റെ വളർച്ച നമ്മുടെ എല്ലാവരുടെയും കയ്യിലാണ്. പ്രധാന അധ്യാപകൻ CM ജോഷി, PTA വൈസ് പ്രസിഡന്റ് സുനിൽ സൂര്യ, സ്റ്റാഫ് സെക്രട്ടറി CS ജോൺ, ജിൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിദ്യാലയ പ്രവർത്തനങ്ങൾ, മികവുകൾ എന്നിവ കൂട്ടായ്മയിൽ ചർച്ച ചെയ്തു. രക്ഷകർത്താക്കളുടെ ഇടപെടൽ ബോധന പ്രക്രിയ സജീവമാക്കുമെന്ന് കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. വിദ്യാലയ മികവുകളും സ്കൂൾ കുട്ടികൾക്കായുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും കൂട്ടായ്മ വിലയിരുത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി.